നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന കവിതാസമാഹാരത്തിലെ ഒരു കവിതയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അനുഭവങ്ങളാണ് അടിസ്ഥാനം. അതാണ് കവിതയുടെ പേര്. അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ 10-35 വർഷങ്ങൾക്ക് മുൻപ് അന്നത്തെ ബോംബെയിൽ ഗൾഫ് സ്വപ്നവും കണ്ട് ഒരു ട്രെയിൻ യാത്ര നടത്തുന്നു ഞാൻ. ഡോംബുവേലിയിലാണ് ട്രാവൽസിൻ്റെ ആൾക്കാരും സുഹൃത്തുക്കളുമൊക്കെ ഉള്ളത്. വി ടി സ്റ്റേഷനിൽ വന്നിറങ്ങി അവിടുന്ന് രാത്രിയുള്ള ട്രെയിനിൽ ഡോംബുവേലിയിലേക്ക് പോകുമ്പോൾ എൻ്റെ ചുറ്റും 3-4 ആൾക്കാർ എന്നെ ഇറുക്കി പിടിച്ചിരിക്കുകയാണ്. നിറയെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അനങ്ങാൻ പോലും വയ്യാത്ത അവസ്ഥ. ഒരു 8-10 പേര് കാണും. അതിലൊരാൾ ബ്ലേഡ് കൊണ്ട് എൻ്റെ പേഴ്സ് കീറുകയാണ്. അപ്പോൾ ഞാൻ ഉറച്ച് വിളിക്കുന്നു, എൻ്റെ പേഴ്സ് നഷ്ടപ്പെടുന്നു എന്ന് ഞാൻ ഉറച്ച് വിളിക്കുന്നു. ആര് കേൾക്കാൻ, ആര് പ്രതികരിക്കാൻ? ചുറ്റുപാടും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകളിലൂടെ പരതുമ്പോഴും ഒരു മനുഷ്യർ പോലും സഹായത്തിനില്ല. ബ്ലേഡ് കൊണ്ട് കീറിയ ആ ഭാഗം, തുടയുടെ ഒരു ഭാഗം കംപ്ലീറ്റ് കീറി രക്തം ഒലിക്കുകയാണ്. പേഴ്സ് നഷ്ടപ്പെട്ടു. ഒന്നും ചെയ്യാൻ വയ്യ. ആൾക്കാർ 4 വശത്തും ചിതറിയോടി. ആരോട് പറയാൻ? ഡോംവേലിയിലെത്തിയപ്പോൾ ഒരു ഉന്തലും തള്ളലും. ഞാനും എന്നോടൊപ്പം കുറേ പേരും വന്ന് പ്ലാറ്റ്ഫോമിലേക്ക് വീഴുകയാണ്. നോക്കുമ്പോൾ ഇട്ടിരുന്ന പാൻറ് കംപ്ലീറ്റ് രക്തം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. നടക്കാനും ഇരിക്കാനും വയ്യാത്ത അവസ്ഥ. ഒരു തരത്തിൽ അവിടുന്ന് ഏകദേശം മൂടുവഴികളിലൂടെ ഒരു 1.5 കിലോമീറ്റർ നടന്ന് റൂമിലെത്തുമ്പോൾ ഞാനങ്ങ് തളർന്ന് വീഴുകയായിരുന്നു. അന്ന് ഏകദേശം 18,000 രൂപയും അഡ്രസ്സുകളും കാർഡുകളും ഒക്കെ അടങ്ങിയ ആ പേഴ്സ് നഷ്ടപ്പെട്ടു. അതിനെ ഓർത്ത് ഒത്തിരി ദുഃഖിച്ചിട്ടൊന്നും കാര്യമില്ല. നഷ്ടപ്പെട്ടത് തന്നെ. പക്ഷേ കാലിലെ മുറിവ്, അത് കാണാൻ തന്നെ വിഷമമായിരുന്നു. ആ രാത്രിയിൽ അവിടെയുള്ള 2-3 മലയാളികളൊക്കെ കൂടെ ചേർന്ന് അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സ്റ്റിച്ചിടണം എന്നൊക്കെ പറഞ്ഞു. എങ്കിലും തൽക്കാലം മരുന്നൊക്കെ പുരട്ടി മുന്നോട്ട് നീങ്ങാം എന്നുള്ള തരത്തിൽ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്തായാലും ദൈവകൃപയാൽ ആ മുറിവ് ചെറുതായിട്ട് ഉണങ്ങിത്തുടങ്ങി. ഈ പൈസ നഷ്ടപ്പെട്ടതും ഈ പൈസ കൊണ്ടുപോയതുമായിട്ടുള്ള ആൾക്കാരുടെ മനസ്സ് എത്ര തീവ്രമായിരിക്കണം? അവിടെ മനസ്സിൽ ഉണ്ടായ ചോദന എന്തായിരിക്കണം? ആരെ അറിയുന്നു, ആരെ കാണുന്നു, ആരെ കാണുന്നില്ല എന്നത് മറ്റൊരു വശം. പക്ഷേ ആ അനുഭവം നമ്മളിൽ ഏൽപ്പിച്ച മുറിപ്പാട്, അന്ന് മനസ്സിൽ പതിഞ്ഞ രൂപങ്ങൾ, ആ മുഖങ്ങൾ, അവരൊക്കെ ലോകത്തിൻ്റെ ഏത് കോണിലാണോ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ, കാലത്തിലൂടെ ഒഴുകി നീങ്ങിയോ എന്നൊന്നും അറിയില്ല. പക്ഷെ ആ ഒരു അനുഭവം നമ്മുടെ മനസ്സിൽ എന്നും മായാതെ തന്നെ നിൽക്കും. അന്ന് നഷ്ടപ്പെട്ട ആ പേഴ്സിനോ അല്ലെ അന്ന് നഷ്ടപ്പെട്ട ആ പണത്തിനോ ഇന്ന് ഓർത്ത് ദുഃഖിക്കുന്നില്ല. പക്ഷേ ആ പോറൽ, അപ്പോഴുണ്ടായിട്ടുള്ള മനസ്സിൻ്റെ തിടുക്കം, മനസ്സിൻ്റെ വെപ്രാളം, എന്ത് ചെയ്യും, എങ്ങനെ മുന്നോട്ട് നീങ്ങും എന്നൊക്കെയുള്ള ഒരു അവസ്ഥ, അതിൽ നിന്നെല്ലാം മോചനം നേടി ജീവിതം തന്നെ നല്ലൊരു വഴിയിലൂടെ എത്രയോ കാലം മുന്നോട്ട് പോയിരിക്കുന്നു. അങ്ങനെ ഓരോ ചെറിയ അനുഭവങ്ങളും ഓരോ വലിയ അനുഭവങ്ങളും നമ്മളെ എന്നും, നമ്മുടെ മനസ്സിനെ എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. അങ്ങനെ ആ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കവിത കുറിക്കപ്പെട്ടത്.
അനുഭവങ്ങളാണ് അടിസ്ഥാനം. അതിലെ 1-2 വരികൾ നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ ആലപിക്കാം. ഓരോ വിതുമ്പലും ഓരോ അനുഭവ സാക്ഷ്യമായി നിൽക്കുന്നു. ഓരോ വിതുമ്പലും ഓരോ അനുഭവ സാക്ഷ്യം വിതയ്ക്കുന്നു. അനുഭവങ്ങളിൽ തിളയ്ക്കുന്ന തീജ്വാലകൾ, അനുഭവങ്ങളിൽ തിളയ്ക്കുന്ന തീജ്വാലകൾ അജ്ഞാതമായി സന്നിവേശിക്കുന്നു മനസ്സിലെപ്പോഴും. അജ്ഞാതമായി സന്നിവേശിക്കുന്നു മനുഷ്യ മനസ്സിലെപ്പോഴും. ഓരോ വിതുമ്പലും ഓരോ അനുഭവ സാക്ഷ്യം വിതയ്ക്കുന്നു. അനുഭവങ്ങളിൽ തിളയ്ക്കുന്ന തീജ്വാലകൾ അജ്ഞാതമായി സന്നിവേശിക്കുന്നു മനുഷ്യ മനസ്സിലെപ്പോഴും. അജ്ഞാതമായി സന്നിവേശിക്കുന്നു മനുഷ്യ മനസ്സിൽ എപ്പോഴും. തുടർന്നുള്ള വരികളും ദൃശ്യങ്ങളും കാണുമല്ലോ. ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം. ഓരോ വിതുമ്പലും ഓരോ അനുഭവ സാക്ഷ്യം വിതയ്ക്കുന്നു. ഓരോ വിതുമ്പലും ഓരോ അനുഭവ സാക്ഷ്യം വിതയ്ക്കുന്നു. അനുഭവങ്ങളിൽ തിളയ്ക്കുന്ന തീജ്വാലകൾ. ഓരോ വിതുമ്പലും ഓരോ അനുഭവ സാക്ഷ്യം വിതയ്ക്കുന്നു. അനുഭവങ്ങളിൽ തിളയ്ക്കുന്ന തീജ്വാലകൾ അജ്ഞാതമായി സന്നിവേശിക്കുന്നു മനുഷ്യ മനസ്സിലെപ്പോഴും. അജ്ഞാതമായി സന്നിവേശിക്കുന്നു മനുഷ്യ മനസ്സിലെപ്പോഴും. കാലാന്തരത്തിൽ പുതുവിത്തുകൾ നാം എടുക്കുന്നു. കാലാന്തരത്തിൽ പുതുവിത്തുകൾ നാം എടുക്കുന്നു. ഏത്, എങ്ങനെ, എപ്പോഴെന്ന തോന്നലുകൾക്ക്, ഏത്, എങ്ങനെ, എപ്പോഴെന്ന തോന്നലുകൾക്ക് വിരാമമിടാതെ ഒഴുകി നീങ്ങുന്നു മനസ്സെന്ന മഹാസാഗരം. വിരാമമിടാതെ ഒഴുകി നീങ്ങുന്നു മനസ്സെന്ന മഹാസാഗരം. ഓരോ വിതുമ്പലും ഓരോ അനുഭവ സാക്ഷ്യം വിതയ്ക്കുന്നു. അനുഭവങ്ങളിൽ തിളയ്ക്കുന്ന തീജ്വാലകൾ അജ്ഞാതമായി സന്നിവേശിക്കുന്നു മനുഷ്യ മനസ്സിലെപ്പോഴും. കാലാന്തരത്തിൽ പുതുവിത്തുകൾ നാം എടുക്കുന്നു. ഏത്, എങ്ങനെ, എപ്പോഴെന്ന തോന്നലുകൾക്ക് വിരാമമിടാതെ ഒഴുകി നീങ്ങുന്നു മനസ്സെന്ന മഹാസാഗരം. പിടിച്ചു കെട്ടാൻ ഒരു ചങ്ങലക്കൂട്ടത്തിനും കഴിയില്ലല്ലോ. പിടിച്ചു കെട്ടാൻ ഒരു ചങ്ങലക്കൂട്ടത്തിനും കഴിയില്ലല്ലോ. പിന്നെയോ സാന്ത്വനത്തിൻ നറുവാൽ കോരിയൊഴിക്കുന്നു. പിന്നെയോ സാന്ത്വനത്തിൻ നറുവാൽ കോരിയൊഴിക്കുന്നു. മനസ്സെന്ന തങ്കത്തളികയിൽ പലവട്ടം കൂട്ടരെ. മനസ്സെന്ന തങ്കത്തളികയിൽ പലവട്ടം കൂട്ടരെ. അവിടമാണീ ലോലതന്ത്രികളിൽ സ്ഫുരിക്കുന്ന സ്നേഹത്തിൻ ലാളനം. അവിടമാണീ ലോലതന്ത്രികളിൽ സ്ഫുരിക്കുന്ന സ്നേഹത്തിൻ ലാളനം. അറിയേണ്ടതെല്ലാം അറിഞ്ഞെന്നു കരുതി മുന്നോട്ടു നീങ്ങുന്നു. അറിയേണ്ടതെല്ലാം അറിഞ്ഞെന്നു കരുതി മുന്നോട്ടു നീങ്ങുന്നു. അറിയേണ്ടതെല്ലാം അറിഞ്ഞെന്നു കരുതി മുന്നോട്ട് നീങ്ങുന്നു. വീഴ്ചയും താഴ്ചയും കണ്ടില്ലെന്നു നടിക്കവയ്യ.
വീഴ്ചയും താഴ്ചയും കണ്ടില്ലെന്ന് നടിക്കവയ്യ. അവിടുന്നുയർന്നേൽക്കുമ്പോൾ മനസ്സാണ് മുഖസാക്ഷിയായി പിന്തുടരും. അവിടുന്നുയർന്നേൽക്കുമ്പോൾ മനസ്സാണ് മുഖസാക്ഷിയായി പിന്തുടരും. എല്ലാം അനുഭവങ്ങൾ എന്നെ പറയേണ്ടു എന്നാണെൻ പക്ഷം. അവിടുന്നുയർന്നേൽക്കുമ്പോൾ മനസ്സാണ് മുഖസാക്ഷിയായി പിന്തുടരുന്നു. എല്ലാം അനുഭവങ്ങൾ എന്നെ പറയേണ്ടു എന്നാണെൻ പക്ഷം. ഓരോ വിതുമ്പലും ഓരോ അനുഭവസാക്ഷ്യം വിതയ്ക്കുന്നു. ഓരോ വിതുമ്പലും ഓരോ അനുഭവസാക്ഷ്യം വിതയ്ക്കുന്നു. അനുഭവങ്ങളിൽ തിളയ്ക്കുന്ന തീജ്വാലകൾ അജ്ഞാതമായി സന്നിവേശിക്കുന്നു മനസ്സിലെപ്പോഴും. അജ്ഞാതമായി സന്നിവേശിക്കുന്നു മനസ്സിലെപ്പോഴും. അജ്ഞാതമായി സന്നിവേശിക്കുന്നു മനസ്സിലെപ്പോഴും.